പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽവേളയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറിയ നാളുകളായി ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടായിരിക്കാൻ കർത്താവ് ഒരവസരം തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കോൺഫറൻസിനെ കാണുമ്പോൾ കർത്താവിന് നമുക്ക് അധികമായി സ്തുതിക്കുവാനായിട്ടുള്ള വാക്കുകൾ നിരവധിയാണ്. കാരണം ഐക്യരാജ്യങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങളുടെ പഴക്കം കൊണ്ട് നേർത്തെടുത്ത കോൺഫറൻസുകളൊക്കെ വളരെ സഫിസ്റ്റിക്കേറ്റഡായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ പ്രാഥമിക കോൺഫറൻസ് തന്നെ ഇത്രത്തോളം അടുക്കിലും ചിട്ടയിലും മനോഹരമാക്കി തീർത്ത, അതിനു വേണ്ടുന്ന ആശയങ്ങളും ആലോചനകളും കൊടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുവാൻ, ചുക്കാൻ പിടിക്കുവാൻ കർത്താവ് കരങ്ങളിലെടുത്ത പാസ്റ്റർ ഷാജൻ ജോൺ ഇടയ്ക്കാടിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. മറ്റാരും ഇതിനകത്ത് ടീം ലീഡർഷിപ്പൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് പോകാത്ത, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെലുത്താത്ത ഒരു ഏരിയ പോലുമില്ല. ഉദാഹരണമാണ് നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ ആ ടൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഹോൾഡിംഗ് ദ റോപ്പ് എന്നുള്ളതിൻ്റെ ഫോണ്ട് പോലും റോപ്പാണ്. കണ്ടല്ലോ, അതിൻ്റെ ഫോണ്ട് പോലും കയറാണ്. അത്ര മനോഹരം. ഞാൻ വിദേശ രാജ്യത്തെ കോൺഫറൻസുകളിൽ നിരവധി കോൺഫറൻസുകൾ, 1-2 കോൺഫറൻസുകൾ നടത്തുകയും അതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൽ ഇതെല്ലാം കൊണ്ടും തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് പ്രാരംഭമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല മാനവും മഹത്വവും കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ടീമിനായ സ്തോത്രം. ഇദ്ദേഹത്തോടൊപ്പം നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത് ക്രൈസ്റ്റ് ഏജിയിലെ മിഷണറിമാരാണ്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ഏജിയിലെ എനിക്ക് തോന്നുന്നു 10-25ഓളം മിഷണറിമാർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജൻ ജോണിനോട് ചേർന്ന്, അതുപോലെ തന്നെ മറ്റനേക ആളുകൾ വാളണ്ടിയേഴ്സായിട്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നു. അവർക്കായും ദൈവത്തിന് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല പ്രാവശ്യങ്ങളിലൊക്കെ ചിലരൊക്കെ കാണുവാനിടയായിട്ടുണ്ട്. എന്നോടൊപ്പം ഈ കോൺഫറൻസിന് മുഖ്യമായിട്ടും സംബന്ധിക്കുന്നതിന് മറ്റ് മിഷൻ പ്രവർത്തനത്തിനുമായി കടന്നു വന്നിരിക്കുന്ന ക്രൈസ്റ്റ് ഏജിയുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ കടന്നു വന്നിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്ററും സെക്രട്ടറിയും ട്രഷററും ഇവിടെയാണ്. ദൈവത്തിന് സ്തോത്രം. ട്രഷറർ സന്തോഷ് എബ്രഹാം പാട്ട് പാടുന്നതിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. സെക്രട്ടറി പ്രാർത്ഥിച്ചല്ലോ, സ്തോത്രം. സ്റ്റീഫൻ ഈപ്പൻ ഇന്ത്യയിലെ മിഷൻ്റെ ഡയറക്ടർ ജോർജ് എബ്രഹാമിനോട് ചേർന്ന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. ഇവർക്കൊക്കെ ഇവിടെ ആയിരിക്കാൻ, കുടുംബസഹിതമായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപേ അല്പസമയം ദൈവവചനം സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ദയവായി യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. സ്തോത്രം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നാം ഇവിടെ വായിച്ച് കേൾപ്പിക്കപ്പെട്ട വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും കൂടി ചേർന്നൊന്ന് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 9:4. 9-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ വാക്യം ചേർന്ന് വായിക്കാം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആക്കിയിരിക്കുന്ന ഈ ഫീൽഡിന്, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേര് സുവിശേഷ വേലയെന്നാണ്. എന്താണ് സുവിശേഷ വേല? അപ്പോൾ ഈ വേല അഥവാ ജോലി എന്നുള്ള ഒരൊറ്റ പദത്തിൽ നിന്നാണ് ചില കാര്യം പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വർക്ക്. ഈ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ളൊരു ചിന്ത മനുഷ്യന് കൊണ്ടുവന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യഹോവയായ ദൈവമാണ്. സ്തോത്രം. ഏദനിൽ എന്താണ്? യഹോവയായ ദൈവം ഒരു തോട്ടം നട്ടുണ്ടാക്കി. അപ്പോൾ ദൈവമാണ് ആദ്യമായിട്ട് ഒരു ഫീൽഡ് വർക്ക് ചെയ്തത്.
ദൈവത്തിൻ്റെ പണിയായിരുന്നു ആദ്യമായിട്ട് ഒരു ഗാർഡനർ ആയിത്തീരുക, തോട്ടക്കാരനായിത്തീരുക, ഒരു തോട്ടമുണ്ടാക്കുക. ഞാനിങ്ങനെ എഴുതി ചിന്തിച്ചു, കർത്താവ് കൈകൊണ്ട് ചാലുമൊക്കെ ഉണ്ടാക്കി വരമ്പും അതൊക്കെ ഉണ്ടാക്കിയോ എനിക്കറിയില്ല. ഒരു പക്ഷേ കർത്താവ് ചിന്തിച്ചപ്പോൾ തന്നെ അതുണ്ടായി വന്നേക്കാം, അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ചപ്പോഴായിരിക്കാം. എന്തായാലും വചനം പറയുന്നു കർത്താവ് ഒരു തോട്ടം ഉണ്ടാക്കി. അപ്പോൾ ഒരു ഗാർഡനിങ് പ്രവൃത്തി ആദ്യമേ ചെയ്തത് ആരാ? നമ്മുടെ ദൈവമാണ്. എന്നിട്ട് പറയുന്നു അവൻ ഉണ്ടാക്കിയ തോട്ടത്തിൽ വസിക്കേണ്ടതിന് അവൻ മനുഷ്യനെ ഉണ്ടാക്കി. അപ്പം ആദ്യം തൊട്ട് നമ്മുടെ കർത്താവ് ഒരു ഉദാസീനതയോടിരിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. ഉത്സാഹത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളായിരുന്നു. വേദപുസ്തകം പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവം ചെയ്ത 9 വേലകളെക്കുറിച്ച് ഇടയായിത്തീരും കാണുവാൻ കഴിയും. ഒന്ന് പോട്ടറിൻ്റെ, ഒരു കുശവൻ്റെ ഭവനം, കുശവൻ്റെ കാര്യം പറയുന്നത് പോലെ അങ്ങനെ 9 കൂട്ടം കാര്യങ്ങൾ ഈ ജോലി അല്ലെങ്കിൽ സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ള ദൈവത്തിൻ്റെ ആ ദാസത്വത്തിൽ സ്റ്റുവർഡ്ഷിപ്പിൻ്റെ കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണുവാൻ തക്കോണം കഴിയും. ടീച്ചിങ് ആണ്, തൻ്റെ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു. യഥാർത്ഥത്തിൽ മിഷൻ വർക്കിൻ്റെ നല്ല ഒരു മോഡൽ കാണിച്ചു തന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മിഷൻ വർക്കിൻ്റെ ഓരോ സ്ട്രാറ്റജിയും എടുക്കണം. ക്രിസ്തുവിൻ്റെ മിഷൻ വർക്കിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചെയ്യുന്നതല്ലായിരുന്നു. വലിയ കെട്ടിടം പണിയുന്നതോ ബിൽഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഹൃദയം പണിയുന്ന പണിക്ക് വേണ്ടി കർത്താവ് ഇറക്കി തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ പണിയിൽ ഒന്നാമതായിരുന്നു രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷ. 2 ഭൂതങ്ങൾ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷ. ദൈവമക്കളെ, ഞാൻ നോക്കട്ടെ, ഇതൊക്കെയല്ലേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന മാതൃക? അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാതൃക. സ്തോത്രം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു താല്പര്യമെന്ന് പറയുന്നത്, പിതാവായ ദൈവം പുത്രനെ അയച്ചതുകൊണ്ട് പുത്രൻ പറയുകയാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യണം. അപ്പം നമുക്കെന്തുവാണ്? നമ്മളെ അയച്ചവൻ്റെ പ്രവൃത്തി വേണം നമ്മൾ ചെയ്യാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമുക്കെല്ലാവർക്കും ഏത് കാര്യത്തിനകത്തും ഒരാളൊരു മേൽനോട്ടം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല ശക്തമായിട്ട് പണി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഓഫീസിൽ 14 വർഷം ലീഡർഷിപ്പ് റോൾ വഹിച്ച ഒരു ജോലിക്കാരനായിരുന്നു. എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കേട്ട് വന്നത്. അപ്പോൾ എൻ്റെ സ്റ്റാഫുകളൊക്കെ ഞാൻ നോക്കുമ്പോൾ അറിയാം, ഞാൻ അല്പം നേരത്തെ പോകുകയാണെങ്കിൽ 5 മിനിറ്റിനകം അവർ സ്ഥലം വിടും. ഞാൻ ഓഫീസിലുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫുകളെല്ലാം ഭയങ്കര ശക്തമായിട്ട് ടൈമിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ കൂടെ ഇല്ലെങ്കിൽ അതൊക്കെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അയച്ചവനുമായിട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റി. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്കും ഭാഷണവും കൂടാതെ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മളെ അയച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുവാനും നമ്മളെ ശിക്ഷിക്കുവാനും വേണ്ടി മാത്രമല്ല, ഹോൾഡിംഗ് ദ റോപ്പ്, സ്തോത്രം, കരങ്ങളിൽ പിടിച്ച് ഉയർത്തുവാൻ നടത്തുവാൻ കരുത്തനായിട്ടുള്ളൊരു നേതാവാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ നമുക്ക് മാതൃക ഒന്ന് ക്രിസ്തുവാണ്. രണ്ടാമത്തെ മാതൃക അപ്പോസ്തലനായ പൗലസാണ്. പൗലസിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അവർ ഉപവസിച്ചും അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുവാണ്? വേറെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്ന. ആ ടെർമിനോളജി കണ്ടോ? ആ പദം കണ്ടോ? വേറെ ഒന്നിനും ഒരു ലീഡർ ആകാനായിട്ടല്ല പൗലോസിനെ വിളിച്ചത്, ഒരു എഴുത്തുകാരനാകാ എന്നുള്ളൂ അല്ല വിളിച്ചേക്കുന്നത്. കർത്താവ് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമാണ്. എന്താണ്?
ഞാൻ വിളിച്ചിരിക്കുന്ന വേല, ദ വർക്ക് ദാറ്റ് ഹി ഹാസ് ബീൻ കോൾഡ്. നമ്മളെയൊക്കെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിനിയും ലീഡർഷിപ്പിൽ ലീഡറായിട്ട്, മെൻറ്ററായിട്ട്, അഡ്വൈസറായിട്ട്, കൗൺസിലറായിട്ട് ഓരോന്നൊക്കെ ചെയ്യട്ടെ. പക്ഷെ ഇതെല്ലാം എന്താണ്? എന്നെ അയച്ചവൻ്റെ ജോലിയാണെന്നുള്ള കാഴ്ചപ്പാടാണ് ചെയ്യുന്നുവെങ്കിൽ, സ്വത്രം എൻ്റെ മേൽനോട്ടം കർത്തൃത്വം ചെയ്യുവാനായിട്ടുള്ള മറ്റൊരുവനുണ്ട് എന്ന് ചിന്തയുണ്ടെങ്കിൽ നമുക്ക് സൗമ്യതയോടെ, വിനയത്തോടെ, താഴ്മയോടെ, ഭയത്തോടെ, ഭക്തിയോടെ, ഭവ്യതയോടെ ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ 15-ാം അധ്യായത്തിൻ്റെ 58-ാം പതിനാലാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇവിടെ ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച ശേഷം പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ ഈ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ ഫലമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ. അപ്പോഴെന്തുവാണ് നമ്മളിവിടെ കാണുന്നത്? അവർ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അവരെ ഫലമേൽപ്പിച്ച ജോലി അതവർ നിവർത്തിച്ച വേല കഴിഞ്ഞ് ദൈവകൃപയ്ക്കായിട്ട് മടങ്ങി വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും മിഷണറിമാർ. ഞാനും നിങ്ങളെപ്പോലെ ഒരു മിഷണറിയാണ് എന്നുള്ള ചിന്തയോടെയാണ് ജീവിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളെ ദൈവം ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചെങ്കിൽ അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും, ഒത്തിരി കഷ്ടപ്പാടുകൾ വരും, ഒത്തിരി വേദനകൾ വരും, ഒത്തിരി തിരസ്കരണങ്ങൾ വരും, വാതിലുകൾ പലതും അടഞ്ഞേക്കാം, കൂടെ നിൽക്കുന്നവരൊക്കെ മാറിപ്പോയേക്കാം. പക്ഷെ ഒരൊറ്റ കാര്യം, ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കറിയാം നിങ്ങളിൽ 100 പേരും ആ തീരുമാനമെടുത്തവരാ. അഥവാ എന്തെങ്കിലും അയവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു കാര്യം വേണം, ഞാൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്മോറ് മാറത്തില്ല. മരിക്കേണ്ടി വന്നാലും എന്നെ വിളിച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിൽ നിന്നും ഞാൻ മാറിപ്പോകത്തില്ല എന്നുള്ള തീരുമാനമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല എങ്കിലും ഇവിടെ പറയുന്നു, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് അന്ത്യോക്യയിലേക്ക് മടങ്ങി വന്നു. അവിടെ നിന്നാണ് അയച്ചവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി, വലിയൊരു അഭിഷേകം ചില ജീവിതങ്ങളിലേക്ക് പകരുകയാണ്. അയച്ചവന്റെ പ്രവൃത്തി പകുതിയിൽ വെച്ച്, സ്തോത്രം, പൂർത്തീകരിക്കുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിൽക്കുന്ന അന്ധകാര ശക്തികളെ, ദുഷ്ടപ്പോരികളെ വെട്ടിമാറ്റിക്കൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി സ്വർഗത്തിന്റെ ഒരു സൈന്യം നിങ്ങളുടെ വേല സ്ഥലങ്ങളിലേക്ക് ഇതാ ഇറങ്ങി വരികയാണ്. സ്വർഗത്തിന്റെ കലവറകളെ തുറന്ന് തന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി നിങ്ങളെ വഴി നടത്തുവാൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യരുടെയും മുഖത്ത് നോക്കി വേല ചെയ്യുവാനായിട്ടല്ല, എന്നെ അയച്ചവൻ ഇതിനേക്കാൾ ഉന്നതനാണ് എന്നുള്ള കാഴ്ചപ്പാടോട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. പൗലോസ് പറയുകയാണ്, എന്നെ അയച്ച പ്രവൃത്തി തികച്ച് ഞാൻ മടങ്ങി വരികയാണ്.
പ്രൈസ് ദി ലോർഡ്. എല്ലാവരുമായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട, നമ്മുടേത് യുണീക്കാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്തിയല്ല നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്ന ആളെ പോലെ ആകണമെന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ യുണീക്കാ. ദൈവത്തിന് സ്തോത്രമല്ലേ. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മളെ ചെയ്താൽ മതി. ഒന്ന് പ്രാർത്ഥിക്കാനാണോ, അതിൽ വിശ്വസ്തരായിട്ടിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. പാടാനാണോ, അതിൽ വിശ്വസ്തരായിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുക. പൗലോസിന് അത് നിശ്ചയമുണ്ടായിരുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. 15-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 15-ാം അധ്യായത്തിൻ്റെ എന്താ കാരണം? എന്താ ബർന്നബാസും പൗലോസും തമ്മിൽ വാഗ്വാദം ഉണ്ടാക്കാൻ കാരണം എന്താ? ഒറ്റ കാര്യമാണ്. എന്താണ്? 36-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു: മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പമ്പുല്ലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നവൻ യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിൻ്റെ ഒരു കാര്യമുണ്ട്. എൻ്റെ കൂടെ വരുന്നവനാണെങ്കിൽ ഉദാസീനതയോട് സ്തോത്രം എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു ബൈൻഡിങ് എനിക്ക് വേണ്ട. കാരണം അങ്ങനെയുള്ളവർ പോകുവാണെങ്കിൽ നമ്മൾ ആ സ്ലോ ഡൗൺ ആകുന്നത്. നാട്ടിൽ പണ്ട് കണ്ടിട്ടുണ്ട്, കാളയെ പൂട്ടാൻ നേരം വലത്ത് വശത്ത് വെക്കുന്ന, നുഖത്തിൻ്റെ വലത്ത് വെച്ച് വെക്കുന്ന കാളയ്ക്ക് ഇച്ചിരി ശക്തിയും സ്പീഡും ആരോഗ്യമൊക്കെ ഉണ്ട്. ഈ ഇടത്ത് വശത്ത് വെക്കുന്ന കാള ഇച്ചിരി വീക്കാണ്. കാരണം പറയുമ്പോൾ വലത്ത് വശത്ത് നടക്കുന്ന വളവൊക്കെ തിരിഞ്ഞു വരുമ്പോൾ കൂടുതൽ നടക്കുന്നത് ഇടത്ത് വശത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഈ വലത്ത് വശത്തോട്ടാണ് പൂട്ടുന്നത്. അപ്പം വലത്ത് വശത്ത് നടക്കുന്നത് മുഖം. പക്ഷേ ഈ വലത്ത് നടക്കുന്നതിൻ്റെ കൂടെ ഇടത്ത് നടന്നില്ലെങ്കിലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇത് വലിച്ചോണ്ടൊരു പോക്കുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിച്ചോണ്ടൊരു പോക്ക ഇടത്ത് നടക്കുന്നത് മുട്ടയിലൊക്കെ ഇങ്ങനെ എഴയുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം പലയിടത്തും ഇതാണ്. ഹല്ലേലൂയ. വലത്ത് വശത്തുള്ളത് ഒരു താരത്തോട് കൂടെ നിൽക്കുന്നത് മറ്റതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എഴഞ്ഞ് പോകുന്ന പരിപാടിയാണ്. പൗലോസ് പറയുന്നത് എനിക്കങ്ങനെ വേണ്ടാന്നേ. എൻ്റെ കൂടെ പോകുന്നവരാണെങ്കിൽ എന്നെക്കാളും ശക്തിയോടെ, പ്രാർത്ഥനയോടെ, തീരുമാനത്തോടെ പോകുന്നവരാണെങ്കിൽ മാത്രമേ എന്നെ ഏൽപ്പിച്ച ഈ കാലം അധികമില്ല, സമയം അധികമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഈ ജോൺ മാർക്കിനെ ഇനി ദൈവം ഉപയോഗിക്കും, മർക്കോസിൻ്റെ സുവിശേഷമൊക്കെ എഴുതിപ്പിക്കുമായിരിക്കും, അത് ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ വേല നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ഉപദ്രവമുണ്ട്, നഗ്നതയുണ്ട്, സ്തോത്രഹാലേലൂയ, കപ്പൽ ഛേദമുണ്ട്, എല്ലാം ഒക്കെ ഉണ്ട്. ഇത് സഹിക്കാൻ വയ്യാത്തവന്, ഇട്ടേത്ത് പോകുന്നവന് അടുത്തതിനകത്തും എന്ത് ചെയ്യും? വലിയ കാഴ്ചപ്പാടോട് ഓരോ ചെയ്യും. കൂടെ നിൽക്കുമെന്ന് അവൻ്റെ പാട്ടിന് പോകും. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ ബർന്നബാസ് ഇങ്ങനെ പോകാൻ കാരണം? എൻ്റെ ഊഹമാണ്, വചനത്തിൽ എഴുതിയിട്ടില്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, തൻ്റെ മച്ചുനനാണ്, അമ്മാച്ചനാണ് ആര്? ബർന്നബാസ്. കസിന. അപ്പം കസിൻ ബ്രദർ ആയിരിക്കുന്ന ബർന്നബാസാണ് എല്ലാത്തിനും സീനിയർ. 7 വർഷമായിട്ട് യെരുശലേമിൽ നിന്നും പോയിട്ട് കിലിക്കിയിലെ തർശീശിൽ പോയൊരു കൊച്ചു സഭ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു പൗലോസ്. ഒരു കൊച്ചു സഭ സ്തോത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിനെ അന്ത്യോക്യയിലേക്ക് വന്ന് അവരുടെ മേൽ കരങ്ങളെ വെച്ച് അഭിഷേകം പ്രാപിച്ച ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഉടനെ ബർന്നബാസ് കപ്പൽ കയറി എവിടെ പോയി? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കിലിക്കിയിലേക്ക് പോയി. എന്തിന്? ഞാനന്ന് 7 വർഷത്തിന് മുമ്പ് സ്തോത്രം ഹല്ലേലൂയ സ്വർഗീയ ദർശനം പ്രാപിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ അന്ന് യെരുശലേമിൽ വന്നു. പത്രോസും കൂടെ നിന്നവരൊന്നും കൈ ചേർത്ത് നിർത്തുവാൻ താല്പര്യപ്പെട്ടില്ല. താൻ തൻ്റെ സ്വന്തം ദേശത്തേക്ക് പോയി. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു സഭയും കൊണ്ടിരിക്കുന്നു.
വിളിച്ചു, ഇവിടെ ഇരിക്കാനുള്ളവനല്ല, നീ എൻ്റെ കൂടെ വാ എന്ന് വിളിച്ച് അന്ത്യോക്യയിൽ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ അവിടെ കുറച്ച് നാൾ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം കൂടെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വേലയ്ക്ക് വേണ്ടി പൗലോസിനെ വിളിക്കുന്നത്. അപ്പോൾ സീനിയാരിറ്റി നോക്കിയാൽ, ശുശ്രൂഷ നോക്കിയാൽ ആരാ ഇപ്പം മുമ്പിൽ നിൽക്കേണ്ടത്? ബർന്നബാസ. ഇത് തൻ്റെ കസിൻ ബ്രദർ നോക്കുമ്പം സ്തോത്രം ആരാണ് ഇപ്പം ഇച്ചിരി കുറെ കൂടെ ഷൈൻ ചെയ്യുന്നത്? താൻ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അതങ്ങോട്ട് പിടിച്ചില്ല. അത് പിടിക്കാതെ വന്നപ്പോൾ പറഞ്ഞു, ഓ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, എന്നെ ഒരിക്കലും വളർത്താൻ അനുവദിക്കത്തില്ല. അത്രയൊക്കെ ഉള്ളൂ അവരുടെ കാഴ്ചപ്പാട്. ഞാൻ വളരണം, എനിക്ക് പൊസിഷൻ വേണം, ഇതൊക്കെ ഉള്ളൂ തൻ്റെ ചിന്ത. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായിരിക്കാം ഒരു കാരണമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ മർക്കോസിന്റെ മാളിക എന്നൊക്കെ പറയുന്നത്, വചനം പഠിച്ചു കഴിഞ്ഞാൽ 120 പേര് കുത്തിയിരുന്ന് അഭിഷേകം പ്രാപിച്ച വീട് തൻ്റെ അമ്മയുടെ വീടാണ്. അപ്പം അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളിന് ഈ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമൊക്കെ, സുവിശേഷ വേല എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതാണ്. പക്ഷേ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് തീരുമാനമെടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവനാണ് പൗലോസ്. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ കപ്പലിൽ കൂടി കിട്ടുന്ന ആദായം നോക്കി ജോലി ചെയ്യുവാനായിട്ടല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. അമേരിക്കൻ സായിപ്പന്മാരുടെയോ അമേരിക്കൻ മലയാളികളുടെയോ പോക്കറ്റിലുള്ള പൈസ കണ്ടിട്ടല്ല എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിനെ നോക്കി ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. അവരൊക്കെ പിന്നെ നിങ്ങൾക്ക് കൈത്താങ്ങലായി കാണാം. പക്ഷേ ഇത് വിശ്വാസത്തോടെ പറഞ്ഞിട്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അന്ത്യത്തോളം കാക്കുവാൻ അവൻ ശക്തനാണ്. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. ആരും കൈക്ക് പിടിക്കുവാനില്ലാതിരുന്നപ്പോൾ, ആരും സഹായിക്കാതിരുന്നപ്പോൾ, ഉപദ്രവങ്ങൾ ഏറ്റപ്പോൾ, പട്ടിണി ഏറ്റപ്പോൾ, സ്വത്രം കുടുംബത്തിലുള്ള ഒരു 100 രൂപ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം പറയുകയാണ്, ഹല്ലേലൂയ, കരയുന്ന കാക്കയ്ക്ക് മദതിന്റെ ഭോജനം കൊടുക്കുവാൻ കരുത്തുള്ള കരങ്ങളുള്ള കർത്താവാണ് നാം സേവിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ജോലി നമ്മൾ ഒരു ജോലി ഏൽപ്പിച്ചേക്കുക. എല്ലാവരും വിശ്വസിച്ചാട്ട് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചേക്കുക. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്താം. ഈ ജോലി, സുവിശേഷ വേല നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈ ജോലി എന്നുള്ള ലേബർ എന്നാണ്. വർക്കുമുണ്ട്, ലേബറും ഉണ്ട്. ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു എന്തോ പാചകം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജോലിയാണ്. പക്ഷേ തൊഴിൽ എന്ന് പറയുന്നത് ജോലിയല്ല. തൊഴിൽ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഉണ്ട്. അതിനെന്തോ ഉണ്ട്? അതിന് ശമ്പളം കിട്ടും, അതിന് പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും, ഓരോ സമാധാന സുവിശേഷം അറിയിക്കുന്ന ഓരോ കാൽച്ചുവടുകൾ വെക്കുമ്പോഴും ദൈവം നമ്മളെ മനോഹരമാക്കി വെക്കുകയും ആ ദേശത്തിൻ്റെ താക്കോൽ നമ്മുടെ മേൽ കൈമാറ്റപ്പെടുത്തുവാൻ ദൈവം തുനിയുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ ദൈവവേല ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. നാം ആരും തികഞ്ഞവരല്ല, അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വചനം വായിക്കാതിരുന്നിട്ടുണ്ട്, വിശ്വാസികളെ കോർത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നാളെ എന്നൊരു ദിവസം എനിക്ക് തരുന്നുവെങ്കിൽ, അല്ല ഇന്ന് എന്റേതാണെങ്കിൽ ഇന്ന് തൊട്ട് കർത്താവേ എന്റെ അയച്ചവന്റെ വേലയിൽ ഞാൻ വിശ്വസ്തനായിരുന്നോളാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തയോടെ ദൈവവേല ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. ആമേൻ. അപ്പോൾ അവിടുത്തെ ഹിതം അറിഞ്ഞ്, നോവിങ് ദ വിൽ ഓഫ് ഗോഡ്, എല്ലാ ദിവസവും ചോദിക്കണം, കർത്താവേ അവിടുത്തെ ഹിതം എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം എന്താണോ, ആരോടാണ് ഇന്ന് ഞാൻ സുവിശേഷം പറയേണ്ടത്,
ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഏത് ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടിവിൽ നിൽക്കേണ്ടത്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോജക്റ്റ് എന്താണ് കർത്താവ്? ഇന്നത്തെ ദൗത്യം എന്താണ്? ഇന്ന് സ്തോത്രം ഉദാസീനതയോടെ, മടിപ്പോടെ, സ്തോത്രം ഹല്ലേലൂയ, ഇന്ന് എൻ്റെ ജീവിതത്തെ പാഴാക്കി കളയാനായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് വേണം നമ്മുടെ ജീവിതത്തെ ആരംഭിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഞാനൊക്കെ ചെയ്ത ഓഫീസിൽ എവറി ഡേ 5 മണിയാകുമ്പം കട്ട് ഓഫ് ടൈം ഉണ്ട്. കട്ട് ഓഫ് ടൈമിനകത്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതെല്ലാം സിസ്റ്റത്തിൽ പോകും. സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിക്കും. പ്രൈസ് ദി ലോർഡ്. അക്കൗണ്ടിനുള്ള പലിശ, ഇൻട്രസ്റ്റ് എല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് 5 മണിക്ക് മുമ്പേ എല്ലാം കറക്റ്റ് അക്കൗണ്ടിൽ പോകാനായിട്ടുള്ളത് കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരും. കൊച്ചു എമൗണ്ട് എന്നൊരു വലിയ വലിയ എമൗണ്ടുകളാണ്. അതിൻ്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ കിട്ടാതിരിക്കുമ്പോൾ വിളി വരും. അതുകൊണ്ട് 5 മണിക്ക് മുമ്പേ കട്ട് ഓഫിനകത്ത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ദൈവമക്കളെ, നമ്മളെ ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മുടെ യജമാനന്, നമ്മളെ അയച്ച മാസ്റ്ററിന് ഒരു ആഗ്രഹമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. 2025 എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായി തരുന്നുവെങ്കിൽ ഈ വർഷം എൻ്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും എന്നൊരു തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്പർ 1, ഈ ജോലി എന്ന് പറയുന്ന ഒരു തൊഴിലാണ്. ഇറ്റ്സ് എ സ്റ്റുവർഡ്ഷിപ്പ്. ഇതിന് കോമ്പൻസേഷനുമുണ്ട്, റിവാർഡുമുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നതിനെല്ലാം കോമ്പൻസേഷനുണ്ട്. ടെമ്പററി ആയിട്ടുള്ളത് കിട്ടും. അതിനാണ് മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ് എന്ന് പറയും. അതിന് വേണ്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഒരു വാഹനം വേണോ? അത് കർത്താവിൻ്റെ വേലക്കാണെങ്കിൽ കർത്താവ് തരും. അത് 2 വീലറോ 4 വീലറോ ഒക്കെ ആണെങ്കിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ താല്പര്യത്തോടെ നിൽക്കുന്ന ദൈവം അത് ഒരുക്കി തരും. ഒരു പാർക്കുവാൻ വീട് വേണമോ? വീട്ടിനകത്ത് ആരാധന നടത്തുമോ? ഓൾ ദ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അതിനകത്ത് വരുമെന്ന് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അവർ ജോബ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഹെവൻലി ഒരു സ്പിരിച്വൽ ഹല്ലേലൂയ ഒരു ശമ്പളം കിട്ടുന്ന ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ അധ്വാനിക്കേണ്ടത്. ദൈവം നമുക്കൊരു സ്വർഗീയമായിട്ടുള്ള ഒരു വേതനം തരുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ജോലി ചെയ്യുന്ന ഭാര്യയുടെ അടുത്ത് പറയണം, എടീ എന്താ വിളിക്കുന്ന അറിയത്തില്ല, നിങ്ങൾ വിളി പറയണം, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഐക്യതയിലും സ്നേഹത്തിലും സന്തോഷത്തിലും കൈകോർത്ത് പിടിച്ച് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുമെങ്കിലും അറിയത്തില്ല. ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത വേലയായിരിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ആകാനൊക്കെ ഒരു പക്ഷേ സാധിച്ചേക്കുമെന്ന് പറയും. ഭാര്യയുടെ കൂടെ ഇവിടെ പാർക്കാൻ താല്പര്യമുള്ളവർ അവിടെയും കാണണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും വേല ചെയ്തോണം. കാരണം ഒരുമിച്ചായിരിക്കും പ്രതിഫലം വീതിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും ഉപദേശമായിട്ടൊന്നും എടുക്കരുത്. ഞാൻ താല്പര്യം പറഞ്ഞതുള്ളൂ. ഐ ലവ് മൈ വൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ടാമത്തത് എന്തറിയാമോ? ഇത് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടോ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 31 വേഴ്സസ് 38. ഉറക്കെ വായിക്കുക. ഉൽപ്പത്തി 31-38. അപ്പം നോക്കിക്കേട്ടെ, 20 വർഷം ഫെയ്ത്ത്ഫുള്ളായിട്ട് മഞ്ഞും മഴയും നോക്കാതെ ആരും തൻ്റെ കൂടെ ഇല്ല എങ്കിലും 20 വർഷം യാക്കോബ് ലാബാനെ ഫെയ്ത്ത്ഫുള്ളായിട്ട് സേവനം ചെയ്തതുകൊണ്ട് പറയുന്നു, ഗോഡ് ഓണേഡ് ഹിം. ദൈവം അവൻ്റെ പ്രവൃത്തിയെ ആദരിച്ചു. എന്താണെന്നറിയാമോ? 20 വർഷത്തിനകത്തും ഒരു മച്ചിയാട് പോലും ഉണ്ടായില്ല. പ്രസവിക്കാത്ത ആടുണ്ടായില്ല. ദൈവാത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് തരുന്ന ആയുസ് നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം ഒരു സ്പിരിച്വൽ ബാരഡ്നെസ് ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ അധ്വാനിക്കുന്ന ഫലം നമ്മൾ കാണും. ദേശത്ത് ദൈവം അനേക ആത്മിക സന്താനങ്ങളെ നമുക്ക് തരും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് വരെ ദേശത്തൊരു ബാരൻനെസ് മച്ചിയായിട്ട് അനുഭവമുണ്ടെങ്കിൽ ദൈവം എന്നെ മാനിക്കുന്ന, ദൈവം എന്നെ ആദരിക്കുന്ന, ഗോഡ് ഈസ് ഗോയിങ് ടു ഓണർ മീ. എൻ്റെ ദേശത്ത്
എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്ന എന്നെയും എൻ്റെ യേശുവിൻ്റെ നാമത്തെയും ഒരുമിച്ച് ദൈവം മാനിക്കുവാൻ പോകുകയാണ്. ചില അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, ചില അടയാളങ്ങൾ നടക്കുമ്പോൾ യേശു ഇവരെ സ്നേഹിക്കുന്നു, യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വായിക്കാം പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പുറപ്പാട് 36:1. വേഗത്തിൽ വായിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബെസലിയേലിനെയും ഒഥേലിയേലിനെയും അവർക്കൊരു സ്കില്ലുണ്ടായിരുന്നു, അവർക്കൊരു നോളജ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ തൊഴിൽ ചെയ്യാനായിട്ടുള്ള അതിനുള്ള വശമുണ്ടായിരുന്നു, സ്കില്ലുണ്ടായിരുന്നു. പക്ഷേ അതൊരു സാധാരണ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്കില്ലിനെയാണ് ദൈവം എന്തായി വിശേഷ ബുദ്ധിയുള്ളതായി, വിശേഷ ജ്ഞാനമുള്ളതാക്കി തീർത്ത് സമാഗമന കൂടാരത്തിന്റെ പണി ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് അല്പമേ ജ്ഞാനമുള്ളായിരിക്കാം, അല്പമേ അറിവുള്ളായിരിക്കാം, അല്പമേ പാടാനുള്ളായിരിക്കാം, പക്ഷേ എന്ത് സ്കില്ലാണെങ്കിലും എന്ത് ടാലന്റ് ആണെങ്കിലും ദൈവം തന്നിരിക്കുന്ന ആ ഗിഫ്റ്റിനെ, ആ താലന്തിനെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാട്ടെ, ബെസലിയേലിനെ ഉപയോഗിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദൈവം എന്നെ കൊണ്ട് ചിലതൊക്കെ പണിയിപ്പിക്കുവാൻ, എന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യിക്കുവാൻ ദൈവത്തിന്റെ സമയമായി. It is time. പകലുള്ളിടത്തോളം എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഞാൻ ചെയ്യേണ്ടതാകുന്നു. Thank you, praise the Lord, hallelujah. അപ്പോൾ ഒന്ന്, നമ്മുടെ പ്രവൃത്തിയെ ദൈവം ആദരിക്കും, മാനിക്കും. യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. 2, സമാഗമന കൂടാരം പണിയുവാൻ ദൈവം കരങ്ങളിലെടുത്ത 2 ഭൃത്യന്മാർ, അവരിൽ ഒരു സ്കില്ലുണ്ടായിരുന്നു. ദൈവം അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചു. 3-ാമത്തത് വായിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം സദൃശ്യ വാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. വേഗത്തിൽ വായിക്കാം. സദൃശ്യവാക്യം 12:14. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ കൈയുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം എനിക്ക് കിട്ടും. God will reward us. സുവിശേഷ വേലയിൽ ഇറങ്ങുന്നവർക്ക് ദൈവം എന്താണ്? ദൈവം നമ്മളെ മാനിക്കും. 2, ദൈവം നമ്മുടെ വരങ്ങളെ ദൈവം പൊലിപ്പിക്കും. 3, ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കതായിട്ട് അവൻ നമുക്ക് തിരികെ തരും. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് പാസ്റ്ററെ, സിബ് പാസ്റ്റർ, ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ വായിച്ചാട്ടെ. എൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം എനിക്ക് ലഭിക്കുവാൻ പോകുകയാണ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഇന്ന് ഞാൻ ഒരു നിമിഷം, എനിക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്, കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആമേൻ. എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. തൻ്റെ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം ഈ നിമിഷത്തിൽ, ഹല്ലേലൂയ, ഇത് വെറുതെ വാക്ചാതുര്യത്തിന് വേണ്ടി വാചാലമായി പറയുന്നതല്ല, പരിശുദ്ധാത്മാവെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് പറയുന്നു. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിച്ചു തരുന്നത് ദൈവം. ഇത് ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഒരു ദൈവപ്രവൃത്തിയുടെ കൈമാറ്റം നിങ്ങളെ ഏൽപ്പിക്കാൻ. നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കും. നിങ്ങളുടെ കരങ്ങളെ തൊടുന്ന കർത്താവ് പറയുന്നു, നിങ്ങളുടെ കൈവേലിയെ പ്രസിദ്ധമാക്കുവാൻ, നിങ്ങളുടെ കൈകളുടെ അധ്വാനത്തെ സാധിപ്പിച്ചു തരുവാൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രയത്നം എന്തുവാകത്തില്ല? വൃഥാവാക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, അതിനെ പൊളിക്കാൻ ശ്രമിക്കുന്ന ദേശാന്തര ശക്തികൾക്കാണ്, രാഷ്ട്രീയ ശക്തികൾക്കാണ്, മതശക്തികൾക്കാണ്, കൂടെയുള്ള സംഘടനാ ശക്തികൾക്കാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ ഉറപ്പിൽ ഞാൻ പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ പ്രവൃത്തി വെറുതാവാക്കുവാൻ നിൽക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രവൃത്തിയെ, സ്തോത്രം, അതെ, ചീമൊട്ടയാക്കുവാൻ നിൽക്കുന്ന, നിങ്ങളുടെ പ്രവൃത്തിയെ അലസമാക്കി കളയുവാൻ, അബോർട്ട് ചെയ്യുവാൻ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഏത് ശക്തിയാണെങ്കിലും ഇന്ന് അതിന്റെ കോട്ട തകരുകയാണ്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ആഭിചാരത്തിന്റെ ശക്തികൾക്കോ, മന്ത്രവാദത്തിന്റെ ശക്തികൾക്കോ, പുണ്യവാള ശക്തികൾക്കോ, കണ്ണുനീരൊഴുക്കിയതിന്റെ, മുട്ടിന്മേൽ നിൽക്കുന്നതിന്റെ, നിന്നയും പരിഹാസവും ഏറ്റതിന്റെ പ്രതിഫലം കാണാതെ വിടത്തില്ല. നിങ്ങളുടെ പ്രയത്നം വൃഥാവാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വൃഥാവായാലേ നിങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തിനൂടെ, സ്തോത്രം, ഒരു ദോഷം വരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല, സ്തോത്രം, അത് പാഴായി പോകത്തില്ല, അത് പുഴുക്കത്തില്ല, അത് തളരും, അത് തളരും, അത് തളരും, അത് വളരും, അത് വിശാലമാകും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. വർഷിപ്പ് ടീം, സന്തോഷ്, പ്ലീസ് കം. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും ദൈവസന്നിധിയിൽ വർഷിപ്പ് ടീം നമുക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് പാടി ആരാധിക്കുവാൻ അവസരം ഒരുക്കുമ്പോൾ 2025 മട്ടുമണ്ണിൽ വെച്ച് നടക്കുന്ന ഈ ഹോൾഡിംഗ് ദ റോപ്പ് എന്ന് പറയുന്ന ഈ കോൺഫറൻസിനെ ഇപ്പോൾ ഞാൻ ഒഫീഷ്യലായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വീര്യങ്ങളാലും അത്ഭുത പ്രവർത്തികളാലും അടയാളങ്ങളാലും ദൈവരാജ്യം വിശാലമാക്കേണ്ടതിന് ദൈവജനത്തെ സന്ദർശിക്കുന്ന കോൺഫറൻസായി ഇപ്പോൾ പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. സ്തോത്രം. ഇന്ന് കേട്ട വചനത്തെ മുദ്രയിടാം. ആരാധിച്ച് മുദ്രയിട്ടാട്ടെ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നല്ലീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ
നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നന്ദിയുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുരുഷക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുരുഷക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശ്വസിയോട് ആരാധിക്കുക ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിക്കുക ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ